ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞാൻ അമ്മൂട്ടിയും വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി, എന്താണ് ഇന്നത്തെ പരിപാടി? പറഞ്ഞോളൂ. ഗ്യാങ് ടോക്ക് വിത്ത് ടെലിപ്പതി ചലഞ്ച്. യെസ്, നമ്മൾ ഇന്ന് ടെലിപ്പതി ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ബട്ട് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഗ്യാങ് ടോക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടില സംഭവമാണ്. അമ്മൂട്ടി, അതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഇവൾക്ക് ഞാൻ ഇതിന്റെ ഒരു ഔട്ട്ലൈൻ നമ്മളെങ്ങനെയാണ് വീഡിയോ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തപ്പോഴത്തേന് അമ്മൂട്ടി എന്താണ് ഫുൾ ഇങ്ങനെ കിളി കിളി പോയി അന്തമാതിരിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റെഡിയാണ്. ഓക്കെ, സോ ഫ്രെയിം ഒക്കെ അല്ലേ അമ്മൂട്ടി? റെഡി. ഞങ്ങള് ടെലിപ്പതി ചലഞ്ച് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ടെലിപ്പതി ചലഞ്ച് എത്രത്തോളം വർക്ക്ഔട്ട് ആവുമെന്ന് ഇപ്പൊ കണ്ടറിയാം. ഇത് അവസാനിക്കുമ്പോഴത്തേന് അടി ആവുമെന്ന് തന്നെ നല്ല ഡൗട്ട് ഉണ്ട്. മനസ്സിലാക്കിക്കണം എന്നെ. എനിക്ക് കൂടുതൽ മനസ്സിലാവും. നിനക്ക് എന്നെ പറ്റി ഒരു ചുക്കും അറിയില്ല. അത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കൈ. അല്ല, വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഞാൻ ചെറിയൊരു റൂൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ തെറ്റിച്ച വാക്ക് എന്താ, തെറ്റിച്ച ആൻസർ എന്താണോ അതാണ് നമ്മള് ഇത് അതായത് മൗത്ത് നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം സംസാരിച്ച് 10 വട്ടം പറയേണ്ടത്. ഓക്കെ, അപ്പൊ ആ പനിഷ്മെന്റ് ഒരു ഫുൾഫിൽ ആവുള്ളൂ. കാരണം ഇവിടെ തെറ്റിക്കുവാണെങ്കിൽ ഇവിടെ കൊണ്ട് എനിക്ക് പറയിക്കണം. അതാണ് അത് ഇതോടെ അവൻ പഠിച്ചോളും. നീയും പഠിച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ആരാണ് മോളെ? ഉണ്ണിയേട്ട ഫസ്റ്റ് എന്നാണ് അമ്മക്കുട്ടി പറഞ്ഞേക്കുന്നത്. അപ്പൊ അമ്മൂട്ടിയുടെ ആഗ്രഹം പ്രകാരം ഞാൻ ചോദിക്കുവാണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉള്ള ഒരാൾ? ഞാൻ കറക്റ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. റെഡി? എഴുതിയോ? ആരാണ്? ഇത് കറക്റ്റ് കേട്ടോ. ഞാനും അമ്മു തന്നെയാണ് കേട്ടോ എഴുതിയേക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അവസാനം ഒരു ചെറിയൊരു പണിഷ്മെന്റും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് എൻഡിലേക്ക് പറയാം. വീഡിയോയുടെ ടൈറ്റിൽ ഞാൻ ഇട്ടേക്കാം. കാരണം ടെലിപ്പതിയാണ്. ഇത് നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മേ ബി കിട്ടാവും, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടും, ആർക്കും കിട്ടും. ഓക്കെ, പറഞ്ഞു. ഞാനല്ലേ നമ്മളിൽ കൂടുതൽ റൊമാൻറ്റിക് ആരാണ്? റൊമാൻറ്റിക് ആരാ? ഞാൻ എഴുതിയത്. എനിക്ക് ഞാനായിരുന്നു കേട്ടോ. ഞാൻ പക്ഷെ ഇവിടെ ആയിരുന്നു എഴുതാൻ വേണ്ടിട്ട്. അതെ, അപ്പൊ നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നതാ അമ്മൂന്ന്. കണ്ടോ, അപ്പൊ നീ എഴുതിയിട്ട് വെട്ടിയതല്ലേ? വെട്ടിയതാ. അപ്പൊ ഇവൻ അറിയാം ഞാനാ റൊമാൻറ്റിക്. എന്നിട്ട് ഇവൻ എന്തിനു തെറ്റ് കാണിച്ചു? മീൻസ് അത് എന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പൊ നീ ഞാൻ ചെയ്തോ കേട്ടോ. ഓക്കെ, അതെടുത്തോളൂ. എന്താ പറയുന്നതെന്ന് അറിയാവോ? നമ്മളിൽ കൂടുതൽ റൊമാൻറ്റിക് അമ്മുവാണ്. ഇങ്ങനെ 100 പ്രാവശ്യം, 100 എത്ര പ്രാവശ്യം നടക്കണ്ടേ? ഓക്കെ, 10 പ്രാവശ്യം നടക്കണം. ഇങ്ങനെ ഇരുന്ന് രണ്ടുപേരും ഇരുന്ന് വർത്താനം പറയണല്ലോ എന്ന് നടക്കും. ഒന്നും പറയുന്നത് തിരിയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ തെറ്റിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽ കൂടുതൽ റൊമാൻറ്റിക് ആരാണെന്നാണ്. അത് നമ്മളിൽ കൂടുതൽ റൊമാൻറ്റിക് അമ്മുവാണ്. ഇങ്ങനെ 10 പ്രാവശ്യം നടക്കണം. ഇതാണ് ചലഞ്ച്. ഓക്കെ, അതും ആ വെയിലത്ത് നടക്കണം. ഞാനിപ്പോ കാണിച്ചത് തരാം. ആശ നടക്കും. എന്താ പറയുന്നത്? ആ, നടക്കോ. ഓടിക്കൊണ്ട് പറഞ്ഞോ. ഇത് ക്ലാസ്സിൽ പഠിക്കുമ്പോ കിട്ടിയ ശിക്ഷനെ കാട്ടി വലിയ ഒടുക്കത്തെ ശിക്ഷയാ വീട്ടില് കിട്ടും. പിന്നെ നീ എനിക്ക് തരൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടീച്ചർ. ഞാൻ എന്ത് വേണേ ചോദിച്ചോ.
അത് സോറി ഡയറി പറയില്ലേ. സങ്കടം വരുന്നത് ആർക്കാണ്? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയത്തില്ല, ഞാൻ പറഞ്ഞു തരാം. പെട്ടെന്ന് സങ്കടം വരുന്നത് ആർക്കാണ് എന്നല്ലേ? ഓക്കെ, എഴുതുവാണ് ആൻസർ. ഓക്കെ, ആൻസർ എനിക്കാണ് കൂടുതൽ സങ്കടമാവുന്നത്. ടീച്ചർ എന്താ എഴുതുന്നേ? ഓക്കെ, ജയിച്ചിരിക്കുകയാണ്. ഈ പനിഷ്മെന്റ് ഒന്നും കിട്ടാതെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. മലപ്പുറത്ത് എനിക്കാണ് കൂടുതൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം, അത് ഒരിക്കലും ടീച്ചർ അറിയാൻ ചാൻസ് ഇല്ല. അറിയോ? എന്നാ പറ. പാപ്പിയോ? പാപ്പിയോ? ഹാപ്പിയോ? ഹാപ്പിയൊന്നും അല്ല, പിന്നെ ഹാപ്പി നിറം. ഞാൻ ടിഞ്ചന് ശിക്ഷ കൊടുക്കാൻ പോവുകയാണ്. ഇതിന്റെ ആൻസർ എന്താ ടിഞ്ച? തെറ്റിയത് എന്ത്? എന്താ എന്താ കണ്ടിട്ട് അറിയുന്നില്ല. അപ്പൊ ഞാൻ ഇവൻ എന്ത് ശിക്ഷ കൊടുക്കണ്ടേ? നിറം. ഇനി മറക്കോ? എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ നിഞ്ഞോ? നിറം. വ്യക്തമായി പറ. ഓക്കെ, ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഓടിച്ചത് കൊണ്ട് ഈ പ്രാവശ്യം ഏത്തം. വെയിലത്തന്ന്. എനിക്ക് എന്താ പറയുന്നത്? ഓക്കെ, തുടങ്ങിക്കോ. അത് പറഞ്ഞു വൃത്തികെട്ടവൻ. ഒന്നുകൂടെ പറ. ഓക്കെ, 10 കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ക്ഷീണിച്ചു മടുത്തു. എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടത്? അതെ, ഇത് എനിക്കും ഒരേപോലെ വന്ന് നമ്മൾ എപ്പോഴാണോ ഇതാകുന്നത്. ടീച്ചൻ എപ്പോ അഴിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ടീച്ചൻ എപ്പോഴാണോ ആൻസർ കറക്റ്റ് പറയുന്നത് അപ്പോഴേ ഈ ഇത് അഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുവരെ ടീച്ചൻ ഈ പനിഷ്മെന്റ് തുടരുന്നതായിരിക്കും ഗൈസ് കേട്ടോ. അതാണ് ടാസ്ക്. നീ വല്ലാത്ത പണിയായി പോയെന്നാണോ കവി ഉദ്ദേശിച്ചത്? ഇവന്റെ ഐഡിയ ആണെങ്കിലും വീഡിയോ തുടങ്ങി കഴിഞ്ഞാൽ എന്റെ ഐഡിയ ആണ് ഗൈസ് വരുന്നത്. ഇവൻ എന്നെ എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇവന്റെ ലൊട്ട ഐഡിയ ആയതുകൊണ്ട് വല്ലാത്തൊരു തിലിപ്പതി ചലഞ്ചായി പോയല്ലേ ടീച്ച. ഈ ജാതി പനിഷ്മെന്റ് ആരും കൊടുക്കലുണ്ടോ? ഞാൻ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ തന്നെ എന്തൊരു പാടാ. അതാണ് എനിക്കുള്ള ശിക്ഷ. എന്തോ കട്ടനോ? എന്തോന്ന്? ക്വസ്റ്റ്യനോ? നിന്നോട് എങ്ങനെ പറയാ ക്വസ്റ്റ്യനൊക്കെ പറയാൻ? ഇഷ്ടപ്പെട്ടു ടീച്ചൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സോ? മോഡലോ? മോഡലാണോ ഇതാണോ നാടനാണോ ആ ടൈപ്പാണോ? ഇതേ മതിയോ? മോഡലോ? ഓ, ഇത് വല്ലാത്തൊരു മോഡലായി പോയില്ല. ഓക്കെ, പാന്റ് ഷർട്ടും എഴുതണം. സത്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല ഗീസ്, ഞാൻ എന്തൊക്കെയാണ് എഴുതി വെച്ചാണ്. ടീച്ചൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സിന്റെ മോഡൽ, ഇതാണ് ക്വസ്റ്റ്യൻ. എന്റെ അമ്മേ, ഇത് ഇവനായിട്ട് ഇതായാലും എനിക്കിട്ടോളും പണി.
ഷർട്ടിന്റെ മോഡലോ പാന്റിന്റെ? രണ്ടോ? ആൻസറാ? പാന്റ് ലൂസ് ആയിട്ടുള്ള പാന്റും ഷർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ ടൈപ്പ് ഷർട്ടുമാണ് ടീൻസിന് ഇഷ്ടം അല്ലേ? ആണോ? അതാണോ ഉദ്ദേശിച്ചത്? അതാണ് എനിക്ക് അറിയായിരുന്നു. അതെ, അത് നിനക്കുള്ള ശീശൻ. ഇനി ഞാന് എന്റെ ഫേവറേറ്റ് ആപ്ലിക്കേഷൻ അറിയോ? ഇതില് ചിലപ്പം മോചനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ആ പറ. ഇൻസ്റ്റാഗ്രാം. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം. എന്താണ് കുട്ടിക്ക് പറയാനുള്ളത്? ഇതൊരു വല്ലാത്ത പേടിയപ്പോയി ഞാൻ. അയ്യോ, ഇത് തുറന്നു കിട്ടിയപ്പോഴേക്ക് എന്തോ ആശ്വാസം. ഞാൻ ഈ തിരുപ്പതി ചലഞ്ച് വരെ ഞാൻ ആരംഭിച്ച് കഴിച്ചപ്പോഴത്തേന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് വെച്ചിരിക്കുക ഇവർക്ക് ഇത് കൊടുക്കാതെ കിട്ടുന്ന എനിക്കായിപ്പോയി. കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട്. ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ഇവർക്ക് കൊടുക്കണോ? പിന്നെ റെഡി? ഞാൻ ഫ്രീ ആയിരിക്കുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു കാര്യം. പറഞ്ഞോ. സോങ് കേൾക്കാൻ. ഇവരതും കണ്ടുപിടിച്ച് കഴിഞ്ഞു. വല്ലാത്ത അവസ്ഥയ്ക്ക് തിരുപ്പതി മുത്ത നീ ആള് പൊളിയാട്ടാ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ്. വല്ലാത്ത അവസ്ഥയിലേക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസ്. ആ ടെൻഷൻ പറയായിരിക്കും. ഓക്കെ, എന്താ? വാട്ടർമെലൺ ജ്യൂസ്. മിൽക്ക്. അത് ജ്യൂസ് ആണോ? ഷെയ്ക്കിന്റെ കൂട്ടത്തിൽ പെടുന്ന സാധനല്ലേ? അതെനിക്കറിയത്തില്ല. ആണോ? അതെ. പിന്നെ വെറുതെ പറയണ. അപ്പൊ ഇപ്പൊ ഞാൻ എന്താ അവൽമിൽക്ക് ജ്യൂസ് ആണോ ഇതാണ്? അത് ശരിക്കും ഞങ്ങൾക്ക് ഡൗട്ടാണ്. അതെനിക്കും ഡൗട്ടാണോ? അവൽമിൽക്ക് ജ്യൂസിന്റെ കൂട്ടത്തിലാണോ ഷെയ്ക്കിന്റെ കൂട്ടത്തിലാണോ? അത് ഡൗട്ടാ. ഓക്കെ, അപ്പം വാട്ടർമെലൺ ജ്യൂസ് ഇഷ്ടമാണ്. അപ്പൊ ബത്തക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബത്തക്ക മീൻസ് വാട്ടർമെലൺ, തണ്ണിമത്തൻ എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബത്തക്ക എന്ന് പറയും. ഓക്കെ, അടുത്തത്. നീ തന്നെ ഞാൻ തന്നെ ചോദിച്ചാൽ മതിയോ? ഏറ്റവും കെയറിങ് ആരാണ്? നമ്മളുടെ ഏറ്റവും കെയറിങ്? യെസ്. മീ. ടിൻചൻ. ഞാൻ ടിൻചൻ തന്നെയാണ് കേട്ടോ എഴുതിയേക്കുന്നത്. കെയർ ചെയ്യാൻ ആശാൻ ഒരു മിടുക്കനാണ്. അതെന്തായാലും കാര്യമായിട്ട് ഞാനത് ഇവിടുത്തെ കയ്യിൽ നിന്ന് പോകുന്നേ. ഞാൻ എഴുതിയാലോന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു ഇവനാണ് എന്നെക്കാട്ടി കൂടുതൽ കെയർ ചെയ്യുന്നത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം എന്റെ ആണ്. ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണിന്റെ കമ്പനി. ഓ മൈ ഗോഡ്, അതെനിക്ക് ഇച്ചിരി ഡൗട്ടാണ്. പറഞ്ഞോ. അങ്ങനെ കമ്പനി ഇല്ല, പക്ഷെ അതാണ് ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്നത്. കമ്പനി ഇല്ലേ? അങ്ങനെ ഒരു കമ്പനി ഇപ്പൊ നിലവിലുണ്ട്, പക്ഷെ അതിന്റെ ഫോൺസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് അതിന്റെ ഫോണായിരുന്നു ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്നത്. നോക്കിയാണോ? അല്ല, ഞാൻ ആദ്യമായി നമ്മൾ പരിചയപ്പെടുമ്പോ യൂസ് ചെയ്ത ഫോൺ. അതെനിക്ക് അറിയത്തില്ല. മോട്ടോ? അല്ലല്ല, എനിക്കറിയത്തില്ല. അസ്യൂസ്. ആ പേര് എനിക്കറിയത്തില്ല. അത് യൂസ് ചെയ്യാത്ത ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അപ്പൊ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഫോണിനെ പറ്റി എനിക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ടും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇതിന് ഗ്യാങ് കൊടുക്കുന്നില്ല. അപ്പൊ വേറൊരു ക്വസ്റ്റ്യനോട് ഞാൻ എന്റെ ഉണ്ട്. എനിക്ക് ഇടാൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സിന്റെ കളർ. ആയോ? പറഞ്ഞോ. ബ്ലൂ. എന്റെ ദൈവമേ, ഞാനെന്താ ബ്ലൂ തന്നെയാട്ടോ. അതായത് ബ്ലൂ തന്നെയാണ് മിക്കവാറും. അതെന്താണ് നിനക്ക്? എനിക്കറിയാം, ടിൻചൻ കൂടുതൽ സെലക്ട് ചെയ്യുന്ന ബ്ലൂ തന്നെയാണ് കേട്ടോ. അവന്റെ നമ്മുടെ അലമാരയിലാണെങ്കിലും ബ്ലൂ ഷർട്ടാണ് കൂടുതൽ. ഓക്കെ, നെക്സ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? പറഞ്ഞോ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഗൈസ്. അപ്പം ഞാൻ പഠിത്തത്തിന്റെ കാര്യം ചോദിക്കാം. നമ്മളിൽ പഠിക്കാൻ മോശന്മാരാണ്.
ഞാൻ പറയട്ടെ, ആ. നീ ടിഞ്ചൻ. നീ എന്താ എഴുതിയ? ടിഞ്ചൻ. അപ്പൊ നീ പഠിപ്പിച്ചിട്ടാവുന്നു. അപ്പൊ ഇവിടെ ആൻസർ ഞാൻ തെറ്റിച്ച് എഴുതിയേക്കുന്നത് ഏകദേശം ശരിയാണ്. ഓക്കെ, ഇതാക്കിക്കോലോ. വേണ്ട, നമ്മൾ രണ്ടുപേരും ഫ്ലോപ്പായി. അപ്പൊ നമ്മൾ രണ്ടുപേരും ഗാങ്ടോക്ക് ചെയ്യേണ്ടതാണ്. രണ്ടുപേരും എഴുതിയത് മിസ്റ്റേക്ക് ആണ്. കാരണം എന്റെ കാഴ്ചപ്പാടില് ഇവള് ഞാൻ പഠിക്കത്തില്ല, ഇവളുടെ കാഴ്ചപ്പാടില് ടിഞ്ചനും പഠിക്കൂല. ഞങ്ങളെല്ലാം മീഡിയം സ്റ്റുഡൻസ് ആണ്. അതെ, അപ്പൊ എന്നെയായിട്ട് പഠിക്കുന്നോണ്ട് പിന്നെ അപ്പൊ നമ്മൾ രണ്ടുപേരും ഗ്യാങ് ടോക്ക് ചെയ്യണം. റെഡി? ഞാൻ ആൻസർ തെറ്റിച്ചെഴുതി, അതുകൊണ്ട് ടിഞ്ചിനെ എന്നെ ചെയ്തോ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് ഇതിലെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇവനെ പറയുമ്പോ സോ ഗായ്സ്, അപ്പോ ഇതിന്റെ മെയിൻ ആയിട്ട് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും പറഞ്ഞത് മിസ്റ്റേക്ക്ഡ് ആണ്. അതായത് ഇവള് ഉദ്ദേശിച്ചത്, എനിക്ക് ആൻസർ അറിയാം, പക്ഷെ ഞാൻ എന്നെ തന്നെയാണ് ഞാൻ എഴുതിയത്. ഞാൻ നിന്റെ പേരാണ്, ഞാൻ നിന്റെ പേരാണല്ലേ, നീ എന്റെ പേരാണ്. നീ അല്ല, നീ ആരുടെ പേരാ എഴുതിയത്? ഞാൻ എന്റെ പേര്. അപ്പൊ ഞാൻ നിന്റെ പേരല്ലേ എഴുതിയത്? അല്ല, ഞാൻ സോറി. നീ ആരുടെ പേര് എഴുതിയത്? ടിഞ്ചിന്റെ പേരല്ലേ എഴുതിയത്. ഞാൻ എന്റെ പേര്, നിന്റെ പേര് ആണോ? ഞാനിപ്പോ പഠിക്കാൻ മിടുക്കി. നീ മിടുക്കിയതാണോ പഠിക്കാൻ മോശം എന്നാണോ പറഞ്ഞത്? സോറി, പഠിക്കാൻ മോശമുള്ളത്. ഇവളെന്തൊക്കെ ഈ പറയുന്നത്? ഇത് കെട്ടിപ്പത്തേന് കിളി മാറി. അപ്പൊ നീ പറയേണ്ട കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ തന്നെ തെറ്റിച്ചതുകൊണ്ട്, നീ തന്നെ ഇതാക്കിയതുകൊണ്ട്, കാരണം ഇവൾക്ക് കുറച്ച് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നീ പറയേണ്ട കേസ് എന്താണെന്നറിയോ? നീയാണ് പഠിക്കാൻ ഏറ്റവും മണ്ടത്തി. അതായത് ഞാനാണ് പഠിക്കാൻ ഏറ്റവും മണ്ടത്തി. പറഞ്ഞോ. ഇന്ന് പറഞ്ഞാൽ മതിയോ? ഞാൻ പഠിക്കാൻ മണ്ടത്തിയാണ്, 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 ഞാൻ പഠിക്കാൻ ഞാനേ പഠിക്കാൻ മണ്ടത്തിയാണ്, ഞാനേ പഠിക്കാൻ മണ്ടത്തിയാണ്, ഞാൻ പഠിക്കാൻ മണ്ട. ഓക്കെ, 5 എണ്ണം കഴിഞ്ഞു. ഞാൻ എന്താണ് പറയണ്ടത്? നീ ഒന്നും പറയണ്ട. നിർത്തിയില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? കഴിച്ചു കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്തായി? സമാധാനമായി എനിക്കും കൂടെ കിട്ടിയപ്പോ? അത് അവസാനം കിട്ടിയില്ലെങ്കിൽ ഞാൻ തകർന്നു പോയേനെ കേട്ടോ. ഇവൻ എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്താലേ ഇവന് സമാധാനം എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് അവസാനം ഇവള് നീ പറഞ്ഞ അവസാനത്തെ സമ്മാനം എന്താ? എന്തേലും തരാനാണോ? തരാനല്ല, ഞാൻ ശരിക്കും പറയുന്നത് ഇവൾക്ക് കിട്ടുമെന്നാണ് വിചാരിച്ചത്. അതായത് ഇതിന്റെ അവസാനം ഏറ്റവും കൂടുതൽ ഈ ഗ്യാങ് ചെയ്ത്, അതായത് ഇങ്ങനെ ടോക്ക് ഏറ്റവും കൂടുതൽ ലോസ്റ്റ് ആവുന്ന ആൾക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കണം. അത് എന്ത് പണിഷ്മെന്റ് ആണെന്ന് നീ ഇപ്പൊ പറഞ്ഞോ. ഇയർ പുള്ളിങ് വേണോ, ഹാൻഡ് ക്യാനിങ് വേണോ, ബാക്ക് ക്യാനിങ് വേണോ, എന്ത് ക്യാനിങ് വേണമെങ്കിലും, അല്ലെങ്കിൽ വേറെ പിച്ചിങ് ആണെങ്കിൽ പിച്ചിങ്, വേറെ എന്ത് പണിഷ്മെന്റ് ആണെങ്കിലും ചൂസ് ചെയ്യാം. അടിയും കൊത്തും കൊലയൊക്കെ ഉള്ളു. എന്ത് വേണ്ടേ? ഓക്കെ, നമുക്ക് കൂടുതൽ റിക്വസ്റ്റ് വന്നത് ബാക്ക് ക്യാനിങ് ആണ്. എന്നാ നമുക്ക് ബാക്ക് ക്യാനിങ് കൂടുതൽ തെറ്റിച്ചത് ആരാ? അവർക്കാണ് ബാക്ക് ക്യാനിങ്. വടിയൊന്നും ഇല്ല. വടി നമുക്ക് ഇപ്പൊ പറിക്കാം, ഇതും കൊണ്ട് തന്നെ തീർത്തേക്കാം. മടൽ വെച്ചിട്ടാണല്ലോ ബാക്ക് ക്യാനിങ് വരുന്നത്. ഇനി ഒരിക്കലും ബാക്ക് ക്യാനിങ് ചെയ്യുന്നില്ല എന്നുള്ള വീഡിയോ നിങ്ങൾ പറയരുത്. കേട്ടോ, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ആൾക്കാർ കാണട്ടെ. ഫ്ലോപ്പായതിന്റെ കരയരുത്. മടല് വെച്ചിട്ട മതി. ലാസ്റ്റ് ഇവിടെ കുറച്ച് പതുക്കെ അടിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഗൈസ്, ടെലിപ്പതി ചലഞ്ച് കഴിഞ്ഞു, ഗ്യാങ് ടോക്ക് അവസാനിച്ചു, ചെയ്തു. വല്ലാത്ത ചലഞ്ചായി പോയിട്ടോ. ഇതിനകത്ത് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അമ്മൂന് കൊടുക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. ബട്ട് നേരെ തിരിച്ച് ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹമേ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ടിൻഷനെ കിട്ടി. ടെലിപ്പതി ചലഞ്ചിൽ ഇപ്പം ആർക്കാണ് ഗൈസ് ഏറ്റവും കൂടുതൽ ആ ഒരു പൊരുത്തം? ഇപ്പം മനസ്സിലായില്ലേ ആർക്കാ പൊരുത്തം? ടെലിപ്പതിയില് നമ്മൾ രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ബട്ട് എനിക്ക് തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കേട്ടോ. ഞാൻ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആളാണ്. ഇപ്പൊ വീഡിയോക്ക് വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട്, എല്ലാവരും ഒരു എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഉപയോഗിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ടെലിപ്പതി ചലഞ്ച് വിത്ത് ഗ്യാങ് ടോക്ക്, ഗ്യാങ് ടോക്ക് വിത്ത് ചലഞ്ച്, സോറി, എല്ലാം കൂടെ മിക്സഡ് ആയി. അതെ സോറി,
അടിപൊളി. അപ്പൊ ഗ്യാങ് ടോക്ക് വിത്ത് ടെലപ്പതി ചലഞ്ച് അവസാനം ബാക്ക് ക്യാനിങ് അവസാനം എല്ലാം ഉൾപ്പെടെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ ബൈ.